ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഗലീലി തടാകത്തിൻ്റെ തീരത്തുകൂടെ യാത്ര ചെയ്തപ്പോൾ ചുറ്റുപാടും കണ്ട മനുഷ്യരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അവിടുന്ന് ഇടപെട്ടിട്ടുണ്ട്. രോഗികൾക്ക് അത്ഭുതകരമായ സൗഖ്യം നൽകി, തിന്മയുടെ ആധിപത്യത്തിൽ കഴിഞ്ഞ ജനതയെ വീണ്ടെടുത്തു, പിശാച് ബാധയേറ്റവരെ അതിൽ നിന്ന് ഒഴിപ്പിച്ചു, അനേകം പേരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ ഏറ്റെടുത്ത് അനേകം കുടുംബങ്ങളിൽ കയറി ചെന്ന കുടുംബങ്ങളെ അനുഗ്രഹിച്ച് അങ്ങനെ കടന്നു പോകുന്ന ഒരു രക്ഷകൻ. ഇന്നും ആ രക്ഷകൻ തൻ്റെ ഈ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കരയുന്ന മനുഷ്യരുടെ ജീവിതത്തിലെ കണ്ണുനീരൊപ്പി ജീവിതത്തിൻ്റെ മേഖലകളിലെല്ലാം ശക്തമായ രീതിയിൽ ഇടപെട്ട് ദൈവജനത്തെ നയിച്ച് ദൈവരാജ്യത്തിലേക്ക് ഒരുക്കുന്ന ഒരു രക്ഷാകര പ്രവൃത്തി അത് ഇന്നും തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മുടെ കർത്താവ് അത്ഭുതകരമായിട്ട് തൊട്ടുണർത്തിയ ചില ജീവിതങ്ങളെ നമ്മൾ പരിചയപ്പെടുകയാണ് ഈ ബെത്സേദയിലൂടെ. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ആയിരിക്കുന്നത് തൃശ്ശൂർ ചേറൂർ സ്വദേശി ആൻ്റണി എന്ന് പറയുന്ന സഹോദരനാണ്. എനിക്കറിയാം നിങ്ങൾക്കിപ്പോൾ ഇത്ര മനസ്സിലായി കാണും. നമുക്ക് ഈ ആൻ്റണി ചേട്ടനെ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളെ ഒന്ന് കേൾക്കാം. ആൻ്റണി ചേട്ടാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആൻ്റണി ചേട്ടാ, ഈ പ്രോഗ്രാമിൽ കുറേയേറെ പേര് ഇങ്ങനെ വന്ന് ഇരുന്ന് പോയ കസേരയാണിത്. ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഈശോ തൊട്ട് അനുഗ്രഹിച്ച കുറേ ജീവിതങ്ങൾ. അപ്പോൾ ആൻ്റണി ചേട്ടൻ ഇവിടെ ഈ കസേരയിൽ ഇന്ന് ഈ പ്രോഗ്രാമിൽ ഈ ബെത്സേദയോടൊപ്പം വന്നിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൻ്റണി ചേട്ടനും ജീവിതത്തിൽ എന്തൊക്കെയോ പറയാനുണ്ട്, ഈശോ തൊട്ടതൊക്കെ. അതറിയുന്നതിന് മുമ്പ് ആൻ്റണി ചേട്ടൻ്റെ വീട് തൃശ്ശൂർ ചേറൂര് അല്ലേ? ചേറൂര് വില്ലടം. ഓക്കെ. ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, സാഹചര്യങ്ങളൊക്കെ ഒന്ന് പറയാം. വീട്ടിലിപ്പോൾ ഭാര്യ, 3 മക്കള്. ഓക്കെ. ആൺകുട്ടികള്, പെൺകുട്ടികൾ? 2 ആണ്, 1 പെണ്ണ്. എല്ലാവരും മാരേജ് കഴിഞ്ഞു. 7 പേരക്കുട്ടികള്. 7 പേരക്കുട്ടികൾ. ഓക്കെ. അപ്പൊ വീട്ടിലിപ്പോ ചേട്ടനും ഭാര്യയും ഞാനും വൈഫും 2 ആമക്കളും ഉണ്ട് വീട്ടില്. അവരവരുടെ ഭാര്യമാരുണ്ട്. അവരെ വലിയൊരു കുടുംബമായിട്ടാണ് 4 മക്കളും അവരുണ്ട്. ഓക്കെ. അങ്ങനെ മുന്നോട്ട് പോകുന്നു. തുടക്കം ചെറുപ്പം മുതലേ അവിടെ ചെറിയൊരു പ്രദേശത്ത് തന്നെയാണ്? ഞങ്ങൾ അർണാട്ടുകരയായിരുന്നു. അർണാട്ടുകര ലാലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു. ഇപ്പൊ ചേട്ടൻ വല്ല ജോലിക്ക് പോകുന്നുണ്ടോ? ഞാൻ ഓട്ടോ ഓടിക്കുന്നുണ്ട്. ഓട്ടോ ഓടിക്കുന്നുണ്ട്. എവിടെയാണ്? പുത്തമ്പള്ളിയുടെ തൊട്ടന്നെ. പുത്തമ്പള്ളിയുടെ അടുത്തായിട്ട് അല്ലേ? പുത്തമ്പള്ളിയുടെ തൊട്ടന്നെ പെട്ടി ഓട്ടോ ഓടിക്കുന്നു. എത്ര വർഷമായിക്കാണ് ഓട്ടോറിക്ഷ? ഞാൻ യൂണിയനിലായിരുന്നു. ഓക്കെ. ചുമട്ട് തൊഴിലാളിയായിരുന്നു. തൃശ്ശൂര്. ഓട്ടോറിക്ഷയിലേക്ക് വന്നത് ഒരു 12 വർഷമായി. ഇപ്പോ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. എന്റെ പണി മകന് കൊടുത്തു. മൂത്ത മകന് കൊടുത്തു പണി. അപ്പോൾ ഇപ്പൊ ആൻ്റണി ചേട്ടന് ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ജീവിതാനുഭവങ്ങളുടെ കഥ പറയാനുണ്ട് അല്ലേ? നമുക്കൊന്ന് തുടങ്ങി വെക്കാം. എങ്ങനെയാണ് ഒരു ദൈവം തൊട്ടൊരു അനുഭവം, എന്താണ് ജീവിതത്തിലൂടെ കടന്നുപോയത്? ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. സാധാരണ ഒരു പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യമാണ്. അത്തരം കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഒരു അത് ഏത് പ്രായത്തിലാണ്? ഒരു 2000 എത്ര വയസ്സ് കാണുന്ന സമയത്ത്? ഒരു 30 വയസ്സ് കൂട്ടാം. 30 വയസ്സൊക്കെ ഉള്ള സമയത്ത് എല്ലായിട്ടും നടക്കായിരുന്നു. തൃശ്ശൂർ മാർക്കറ്റിൽ യൂണിയൻകാരനാണല്ലോ. ഈ പഠിക്കണ സമയത്തൊക്കെ ഒരു വിശ്വാസം ഒന്നുമില്ല. വേദപാഠം കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും അവിടേക്കൊന്നും ഉള്ളത് ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. സാഹചര്യം അങ്ങനെയാണ് തന്നെ. 5 പെങ്ങന്മാർക്ക് ഒരു ആങ്ങളെയാണ് ഞാൻ. ഓക്കെ. അപ്പോൾ കുടുംബത്തിലെ 15 വയസ്സിൽ വണ്ടി തള്ളാൻ വന്നു. മാർക്കറ്റിൽ വന്നു. പിന്നെ അങ്ങനെ മുന്നോട്ട് പോയിരിക്കല പണിയില്, യൂണിയൻ പണിയില് നമ്മൾ വലിയൊരു പണിയിൽ കയറി. അവിടെ കയറി കഴിഞ്ഞപ്പോ പള്ളിപ്പോക്കൊന്നുമില്ല. ദൈവത്തെ അറിയില്ല, കുടുംബ പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. കല്യാണത്തിന്റെ സമയമൊക്കെ അതൊക്കെ CLC പിള്ളേരൊക്കെ കൂടി സഹായിച്ച് നമ്മളെ അച്ഛന്മാരടുത്ത് കൊണ്ടുപോയി കല്യാണം കഴിച്ചാലുള്ള കാര്യങ്ങൾ ചെയ്തു. അല്ലാണ്ട് വേദോപദേശം പോവാ അങ്ങനെ ഒന്നുമില്ല. അത്ര ഒരു ഇതായിരുന്നു. അതിലൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ ഇരിക്കലെ വിവാഹം കഴിഞ്ഞിരിക്കലെ 24 വയസ്സിൽ വിവാഹം കഴിഞ്ഞു. 24 വയസ്സിൽ വിവാഹം കഴിഞ്ഞ് ഒരു 3 മക്കള് ആയി. അങ്ങനെ ഇരിക്കുന്ന നേരത്ത് പെട്ടെന്നൊരു ഇടിവാളും മിന്നലും വീടാകെ അങ്ങോട്ട് ചിന്നിച്ച് തെറിപ്പോയ പോലെ ഇടിമിന്നല്. ഉണ്ട്. ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കായിരുന്നു. അവര് ഞാൻ പുറത്തിരിക്കായിരുന്നു. ഇല്ല. ആ നേരത്താണ് ഇടിമിന്നല് ബാക്കിന്ന് വന്നിട്ട് നേരെ വീടിന്റെ ഫ്രണ്ടിലേക്ക് വന്നു. ആ വരവിലാകെ മണ്ണങ്ങട് ഇതായിട്ടേ
ലൈൻ വരില്ല, മറ്റേ ഇലക്ട്രിക്കിൻ്റെ ലൈൻ. ഓക്കെ. ആ ലൈനൊക്കെ തള്ളി അങ്ങനെ തന്നെ മണ്ണ് വന്ന് വീടാകെ മിണ്ടാത്ത മാതിരി പേടിച്ചിട്ട് ഭാര്യ മക്കളൊക്കെ ഭയന്ന്. വീട് പോയോ അതോ? വീടിൻ്റെ ചുമരുകളൊക്കെ പൊളിഞ്ഞു പോയി. ഞാൻ ഇറത്തിരിക്കല്ലായിരുന്നേ. ഓക്കെ. ഞാൻ ഊട്ടി ഇവിടെ വന്ന് നോക്കിയപ്പോൾ പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ലൈറ്റ് വിളക്ക് കത്തിച്ച് നോക്കിയപ്പോൾ ആകെ കറണ്ടൊക്കെ പോയി തകിടുപൊടിയായി. ആളുകൾക്ക് ആർക്കും ഒന്നും സംഭവിച്ചൊന്നുമില്ല. പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. നമുക്ക് തന്നൊരു കൊട്ട് നമ്മൾ സ്വീകരിച്ചു. അവിടുന്ന് പിന്നെ മാർക്കറ്റിൽ പോയി പിന്നെ യൂണിയനിലായി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ ഡബിളായിരുന്നു ഞാൻ. ഓക്കെ. അപ്പോൾ എല്ലാം ഫ്രീ ആയിരുന്നു, ആരും ഇങ്ങോട്ട് മിണ്ടൊന്നുമില്ല. പേടിയുണ്ട്, എല്ലാവർക്കും പേടിയാണ്. ചങ്കൂറ്റം. അപ്പോൾ രാവിലെ തൊട്ട് ആൾക്കാർ വരും. ഓക്കെ. മദ്യം കഴിക്കാറുണ്ടോ? അതുകൊണ്ടായിരുന്നു. നല്ല മദ്യപാനിയായിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ ഇല്ല. ഈ ഒരു 26 വയസ്സായപ്പോൾ മദ്യപാനം. നല്ലൊരു ജിമ്മിൽ പോയിരുന്നു. അപ്പോൾ എൻ്റെ മദ്യം കഴിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഈ പണിയിൽ വന്ന് കയറിയപ്പോൾ നല്ല മദ്യപാനായി. പിന്നെ നോക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാർ വരണം രാവിലെ. പണി ഞാൻ സമ്മതിക്കില്ല. നമ്മളെ കാശ് കൊടുത്ത് മേടിച്ച് കഴിക്കുമോ? അതെയോ മേടിക്കണ്ട, അങ്ങോട്ട് കിട്ടും ഫ്രീ. ആ, അപ്പോൾ കാലത്ത് അവന് 2 കൊടുക്കുക, പിന്നെ 2 കൊടുക്കുക, ആൾക്ക് 4 കൊടുക്കുക. അങ്ങനെ പലവരും വരും. കൊടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടി കൊടുക്കുക. ഓക്കെ. പിന്നെ അങ്ങനെ കുറേ അങ്ങനെ കഴിഞ്ഞ് പോയോണ്ടിരിക്കില്ല. ഒരു ബാറുകാരെ കൂടിയായിരുന്നു. ബാറുകാരെ കൂടി പിന്നെ ഒന്നും വേണ്ടല്ലോ, ഒക്കെ ഫ്രീ ആണ്. കൂട്ടും എല്ലാവരും. അവിടെ രാവിലെ പോവുക, വൈകുന്നേരം വീട്ടിൽ കൊണ്ടുവന്നാക്കും. കുടിയുമെല്ലായിട്ട് ഇങ്ങനെ നടന്നു. വീട്ടിൽ കൊണ്ടുവരും എന്തെങ്കിലും പണം സമ്പാദിച്ചു എല്ലാം കൊണ്ടുവരും. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നടക്കും. ആ, അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യും. പക്ഷേ 3-3:30 വീട്ടിലേക്ക് വരുള്ളൂ രാത്രി. അപ്പം എല്ലാവരും വീട്ടിൽ കൊണ്ടുവന്നാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിരിക്കില്ല. നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ ഈ വീട്ടിൽ വരുമ്പോൾ ഒരു ഭാര്യയുടെ ഒരു പ്രതികരണം വലിയൊരു വേദനയാണ്. ഒരു 10-14 കൊല്ലം കണ്ണീര് കുടിച്ചു. ഭാര്യയുടെ അടുത്ത് വഴക്ക് കാര്യങ്ങൾ വഴക്കൊന്നുമില്ല. അല്ല, ആ സമയത്ത് ആള് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി. ആള് വരും പ്രാർത്ഥിക്കാൻ. മാനസാന്തരത്തിന്റെ പുറകിൽ ആ ഒരു കണ്ണീരുണ്ട്. ആ കണ്ണീരുണ്ട്. വീട്ടിലേക്ക് വരുമ്പോൾ വൈഫ് പ്രാർത്ഥിച്ചിരിക്കായിരുന്നു, ബൈബിൾ വായിച്ചിരിക്കായിരുന്നു. എടുത്ത് വലിച്ചെറിയും ഞാൻ. വെള്ളമടിച്ചിട്ട് വന്നു കഴിയുമ്പോൾ, വെള്ളമടിച്ച് കഴിഞ്ഞ് വരുമ്പോൾ. അങ്ങനെ പിന്നെ ആള് ആ പള്ളിയിൽ പോകാമെന്ന് പറയുമ്പോൾ ഞാൻ പള്ളിയെ കൊണ്ടുവന്നാക്കും. ഞാൻ പോവില്ല. ഓക്കെ. അങ്ങനെ പുത്തമ്പള്ളിയിൽ പോവും, ലത്തീംപള്ളിയിൽ പോവും, ഒക്കെ കൊണ്ടുവന്നാക്കും. അപ്പോൾ എന്നെ കാണാൻ പുറത്ത് ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ആൾ പള്ളിയിൽ അങ്ങനെ ഇരിക്കില്ല. എനിക്ക് ലത്തീംപള്ളിയിലത്തെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ പതക്കെ ഒന്ന് ഉള്ളിൽ കയറി ചെന്നപ്പോൾ തന്നെ അവിടെ ഞാൻ പള്ളിയിൽ പോയി വിശുദ്ധനായി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഫ്ലാഷായി. നമ്മൾ ആ പള്ളിയിലേക്ക് ആദ്യമായിട്ട് വന്നതല്ലേ, അത് മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെയൊന്നും ആയില്ല, എനിക്ക് അങ്ങനെ ഒന്നും തോന്നി. അങ്ങനെ ഇരിക്കില്ല. 98 മദ്യപാനം നിർത്തി ഞാൻ. എന്തെങ്കിലും കാരണം? ഒന്നുമില്ല, മദ്യപാനം നിർത്തി. ഞാൻ മരിച്ചു. 23 മണിക്കൂർ മദ്യം. അപ്പോൾ അങ്ങനെ ആയപ്പോൾ എനിക്ക് വന്ന് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ആയപ്പോൾ ഞാൻ സ്വയം തീരുമാനിച്ചു ഞാനിനി കഴിക്കണില്ല. കയറി ഒരു 25 ദിവസം വീട്ടിൽ കിടന്നു. അനങ്ങാൻ പറ്റണില്ല, സംസാരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, ഒന്നും കഴിച്ചില്ല. ആ കിടപ്പ് കിടന്നു, മോരൊഴിച്ച് കഞ്ഞി പിടിച്ച് കിടന്നു. അങ്ങനെ 25 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എന്നെ കാത്തിക്കുന്നവരൊക്കെ എന്ത് പണി ചെയ്ത് താൻ എവിടെയായിരുന്നു. കുറേ കേസുകളൊക്കെ ഇത് ചെയ്തു കൊടുക്കും, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളായിരുന്നു. അവിടെ നിന്ന് മദ്യപാനം നിർത്തി. ഒരു 6 കൊല്ലം മദ്യപാനം നിർത്തി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ചോദിക്കുന്നില്ല, വിഷമം വിചാരിക്കരുത്. പൈസ തന്ന് പൈസക്ക് തല്ലുപടിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു, ഉണ്ടാകും. അപ്പൊ ഡിമാൻഡ് അങ്ങനെ തല്ലിനൊക്കെ പോകും. അറിയാം. അവരൊന്നും മിണ്ടില്ലല്ലോ. ഈ ഡിമാൻഡ് ധ്യാന കേന്ദ്രം എത്തുമ്പോൾ ഞാൻ അവിടെ എത്തുമ്പോൾ ചീത്ത പറയും. നിങ്ങളുടെ ഒരു ധ്യാനം ഒരേ പ്രോഗ്രാം ഒരേ പരിപാടിക്ക് പോകുമ്പോൾ. അങ്ങനെ ഭാര്യ വീട്ടിൽ പെരുന്നാൾ, ഓഗസ്റ്റ് 15 പെരുന്നാളാണ്. അതിന് ഇവിടുന്ന് ഞങ്ങൾ പോയി. മദ്യപാനമില്ല. അവിടെ ചെന്ന് രാത്രി 1 മണിക്ക് ആര് വന്ന് എന്നെ വിളിക്കുന്നു. തൊട്ട് കർമ്മല മാതാവിൻ്റെ പള്ളിയാണ്, ഭാര്യ വേണ്ട തൊട്ട്.
ഓക്കെ. അവിടെ ചെന്ന് 1 മണി ഇപ്പോൾ ആരെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ആരെ ഇവിടെ വന്നിട്ട് ഈ നേരത്ത് വിളിക്കുന്നത് ദൈവമെന്ന് വെച്ച് ഞാൻ ഏറ്റ് ചെന്ന് അങ്ങനെ കുറച്ചങ്ങോട്ട് നടന്ന് നോക്കുമ്പോൾ അവിടെയാണ് പള്ളി, കുറച്ച് 2 വീട് അപ്പുറം പള്ളിയാണ്. ഈ മദ്യപാനം നിർത്തിയെങ്കിലും ആ സമയത്ത് അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ദൈവവിശ്വാസമൊന്നുമില്ല ഇല്ല, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏറ്റപ്പോൾ പോകുന്നുണ്ട്. പക്ഷെ മദ്യപാനം നിർത്തിയെന്ന് കാരണം അത് നമ്മുടെ ശരീരത്തെ വല്ലാണ്ട് ബാധിച്ചിട്ട്. ഓക്കെ. അതുണ്ടെങ്കിലും മറ്റുള്ള ഒരു മാനസാന്തരത്തിന്റെ നിർത്തലല്ല അത്. അല്ല. ഞാൻ സ്വയം നിർത്തി. ഞാൻ മരിച്ചു പോകുന്നു തോന്നിയപ്പോൾ ഞാൻ നിർത്തി. ഓക്കെ. മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോവും. അങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ രാത്രി ഇറങ്ങി ആരും എന്നെ വിളിക്കുന്ന പോലെ പള്ളിയുടെ മുമ്പിലേക്ക് ഞാൻ അങ്ങനെ അങ്ങോട്ട് നടന്നു. അവിടെ മുട്ടൂത്തി മോന്തടിച്ച് വീണു. രാത്രി ഇറങ്ങി പള്ളിയുടെ മുറ്റത്ത് ചെന്നു. വീടിൻ്റെ മുമ്പിൽ നിന്ന് 2 വീടപ്പുറം പള്ളി, അവിടേക്ക് ഇങ്ങനെ എത്താറായി. ഓക്കെ. മോന്തടിച്ച് അവിടെ വീണു. ഞാൻ വീണപ്പോൾ എനിക്ക് ഇപ്പോൾ കുർബാന കൂടണം. വെള്ളമൊന്നും ഇല്ലാത്ത സമയമാണത്. ഓക്കെ. പള്ളിയിൽ പോകണം. അപ്പോൾ ഭാര്യ വീട്ടുകാർ 50 വീട്ടുകാരുണ്ട് അവിടെ, ബന്ധുക്കള്. ഓക്കെ. ഞാൻ പള്ളിയിൽ ചെന്നു. ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ അവരൊക്കെ യാക്കോബിൻ്റെ മരുവൻ പള്ളിയിലാണ്. ആകെ പ്രശ്നമായി അവിടെ. പിറ്റേ ദിവസം രാവിലെ പെരുന്നാളാണ്. ഓക്കെ. അവിടെ ചെന്ന് ഞാൻ നിന്ന് കരയാ, എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ ധ്യാനം കൂടണം. ഇതെല്ലാം ഉള്ളിൽ തന്നെ തോന്നുന്ന തോന്നലുകളാ. അതെ, എനിക്ക് ഇപ്പൊടി വലിയ പോണം. അങ്ങനെ ഭാര്യനും 3 മക്കളെയും കൊണ്ട് ധ്യാനത്തിൽ വന്നു. ധ്യാനം കൂടിയിരിക്കില്ല. 2ാമത്തെ ദിവസം കുർബാനയുടെ നേരത്തെ തന്നെ ആരോ ഇങ്ങനെ കൊണ്ടുപോയി വലിയൊരു രാജസന്നിധിയിലേക്ക് എന്നെ കൊണ്ടുപോകണ പോലെ എനിക്ക് തോന്നി ധ്യാനത്തിനിടയിൽ. അവിടുന്ന് ഞാൻ ആകെ വിയർത്തു. ഞാൻ പെണ്ണിനോട് പറഞ്ഞു ഇന്നമാതിരി സംഭവം എന്നാണ് പറഞ്ഞപ്പോൾ നിങ്ങൾ മുന്നടന്ന് നമുക്കൊന്നും വരില്ലല്ലോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കുമ്പസാരിച്ചു. വർഷങ്ങൾ കൂടി. അതെ, മകളുടെ വിവാഹത്തിനാണ് ഞാൻ എന്നെ കുമ്പസാരിക്കാൻ പോയത്. ഞാൻ പറഞ്ഞു എനിക്ക് കുമ്പസാരിക്കാനൊന്നും അറിയില്ല. അതിന് CLC പിള്ളേരൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് എല്ലാവരും കൂടിയിട്ടാണ് അത്. ആ ഒരു മാനസാന്തരത്തിലേക്കൊക്കെ വരുന്നത് വരെ എത്ര കുമ്പസാരം നടത്തിയിട്ടുണ്ടാവും? ആ മകളുടെ വിവാഹത്തിന് മാത്രം തന്നെ. അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ കുമ്പസാരിക്കാൻ ചെന്നപ്പോൾ വലിയൊരു കണ്ടെയ്നർ ഭാഗമായിട്ടാണ് നമ്മൾ പോയി വെക്കണേ. അതൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ എന്നെ വലിയൊരു മാറ്റം കിട്ടി. അച്ഛൻ പറഞ്ഞു എന്നെ കാണണം. ലൈഫിലെ ഏറ്റവും ആദ്യത്തെ ഉള്ളു തുറന്നുള്ള ഒരു കുമ്പസാരം. അവിടെ നിന്ന് ഞാൻ പിന്നെ വചനം പറയാൻ തുടങ്ങി. 3ാമത്തെ ദിവസമായപ്പോൾ ഞാൻ പറഞ്ഞു എന്നമാതിരി വചനം പറഞ്ഞു. അപ്പോഴും പെണ്ണ് നമ്മളെ കുറ്റപ്പെടുത്തലുള്ളൂ, നിങ്ങളിന്ന് അങ്ങനെ പറയണം ഇങ്ങനെ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഒരു തീരുമാനം എടുത്തു. ഇന്ന് മുതൽ രാവിലെ എണീറ്റ് ബൈബിള് വായിക്കാം, കർത്താവിന് വേണ്ടി ഇനി വേല ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെ എന്ത് ചെയ്യാൻ, ഞാൻ അവിടെ വന്ന് വീട്ടിൽ വന്ന് ആത്മീയമായ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. ഒത്തിരി പേര് പറഞ്ഞു താൻ എന്ത് പണി ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ വിട്ട് പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ ഈ കാര്യങ്ങൾ നടത്ത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. 20 വർഷമാണ് ഇപ്പോൾ മാനസാന്തരത്തിലേക്ക് വന്നിട്ട് സ്വർഗാരോഹണ തിരുനാളാണ് പരിശുദ്ധമ്മയുടെ. അതിലാണ് വിളിച്ചത് നമ്മളെ കർത്താവ് വിളിച്ചത്. അപ്പോൾ ഒത്തിരി മക്കൾക്ക് കുറേ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. ശുശ്രൂഷ, ഒത്തിരി രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് നമ്മളൊരു സഹോദരൻ്റെ ജോയ് ബ്രദർ എന്ന് പറയും, ആളുടെ കൂടെ പോയി ഗുണവത്താവിലെ രോഗികളൊക്കെ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തു. അവരെ കുളിപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനും ഡ്രസ്സ് കൊടുക്കാനും ഒക്കെ ചെയ്യും. അങ്ങനെ കുറച്ച് നാൾ ആ ശുശ്രൂഷയിൽ നടന്നു. പിന്നെ അങ്ങനെ പല ശുശ്രൂഷയായിട്ട് അങ്ങനെ നടന്നു. നമുക്ക് ആർക്കൊക്കെ സഹായം ചെയ്യാം. ഒരു 500 പേരെ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. നമുക്ക് 500 പേരെ ധ്യാനം കൂടാൻ കൊണ്ടുവന്നു. മദ്യപാനികളെ കൊണ്ടുവരും കൂടുതൽ. ഓക്കെ. അവരെ ഇവിടെ എത്തിക്കുക എങ്ങനെയായാലും എൻ്റെ ഓട്ടോയിൽ കൊണ്ടുവരും ഞാൻ. ആന്റണി എന്ന് പറയുന്ന സഹോദരന് ജീവിതത്തിന് 2 തട്ടിൽ നമുക്ക് നോക്കിക്കാണാം. ഒന്ന് യേശുവിനെ അറിയുന്നതിന് മുമ്പുള്ള ഒരു ആന്റണി, 2 യേശുവിനെ അറിഞ്ഞതിന് ശേഷമുള്ള ആന്റണി. രണ്ടും തമ്മിൽ ഒരു പൊതുവായിട്ടൊരു സാധനം കിടപ്പുണ്ട്. ഒന്ന് ദൈവത്തെ അറിയുന്നതിന് മുമ്പ് തീഷ്ണമതിയായിട്ട് തിന്മയുടെ വഴി നടന്നൊരു ആന്റണി, അറിഞ്ഞതിന് ശേഷം തീഷ്ണമതിയായിട്ട് കർത്താവിന് വേണ്ടി കിടക്കുന്നത്. ഈ പൗലോസിന്റെ മാനസാന്തരം പറയുന്ന പോലെ സാവൂള് എങ്ങനെയായിരുന്നോ മാറി
തീക്ഷ്ണമതിയായ പൗലോസായി മാറിയതുപോലെ. 9-ാം അധ്യായമാണ് എൻ്റെ ജീവിതം. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം. ഒന്നും കളയാനില്ല. അതായിരുന്നു നമ്മൾ ക്രിസ്ത്യാനി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അടിക്കും. ഓക്കെ. ആ വ്യക്തികളുടെ വീട്ടിലേക്ക് ഞാൻ തന്നെ ചെന്നു. ഒത്തിരി പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവരോടൊക്കെ മാപ്പ് ചോദിക്കാനായിട്ട് പോയി. അന്യായമായിട്ട് വേദനിപ്പിച്ചവരെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാശിന് വേണ്ടിയിട്ട്. ആ കാശ് നമുക്കിട്ട് ഉപകാരപ്പെടുന്നില്ല. അതൊക്കെ തിരിച്ചു തന്നു. ഇന്ന് ജീവിത സാഹചര്യങ്ങളാണ് അവനെ കൊണ്ടുവന്ന് എത്തിച്ചത്. ചിലപ്പം കടന്നുപോയ നാള് ഒരു പക്ഷെ ആരും ഒന്ന് തിരുത്തി തരാനുണ്ടായിരുന്നില്ല. ഈ 20 വർഷങ്ങൾ മദ്യം തൊട്ടിട്ടില്ല. 28 വർഷമായിട്ട് മദ്യം തൊട്ടിട്ടില്ല. ഈ 20 വർഷമായിട്ട് കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കണം. ഒത്തിരി മദ്യപാനം നിർത്താനായിട്ട് അതിൻ്റെ വഴികൾ അവരെ കൊണ്ടുപോവുക. ചിലർ പറയും ഞാനടക്കം വരണം പറയും, ധ്യാനത്തിന് പറയും, എന്നാൽ നമുക്ക് പോകാമെന്ന് പറയും. അങ്ങനെ നേരെ ചിറ്റൂർ പോവും, ഡിവൈനിൽ വരും. എവിടെയൊക്കെ പോകാൻ പറ്റുന്നോ അവിടേക്കൊക്കെ പോവുക. ഒത്തിരി കുടുംബങ്ങളെ ധ്യാനത്തിൽ അടുപ്പിച്ചു. ദൈവത്തെ അറിയാനായിട്ടുള്ള വഴി ഒരുക്കി കൊടുത്തു. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി കാണും? എനിക്കിപ്പോൾ 35 വർഷമായി അല്ലേ? അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞൊരു 10-15 വർഷക്കാലം ഭാര്യയ്ക്ക് കുറേ സങ്കടങ്ങളായിരുന്നു, ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈശോയെ തിരിച്ചറിഞ്ഞ മുതൽ അതെ ഭാര്യയെ ചേർത്ത് പിടിക്കാനും സാധിച്ചു, സ്നേഹിക്കാനൊക്കെ പറ്റി. എന്ന് രാവിലെ പള്ളിയിൽ പോവുക, 5 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കായിരിക്കും. 1 മണിക്കൂർ പ്രാർത്ഥിച്ച് വന്ന് വീണ്ടും പുത്തമ്പള്ളിയിൽ ആരാധനയിൽ വന്നിരിക്കും, ഒത്തിരി പ്രാർത്ഥിക്കും. ബൈബിളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് നമ്മൾ ഒത്തിരി പേർക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ നമുക്ക് ദാനമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇറങ്ങണം രാവിലെ എണീറ്റ്. ആയുസിൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തെ ഓർത്ത് നിരാശപ്പെടേണ്ട, പക്ഷെ ദൈവം സ്നേഹിച്ച് ചേർത്ത് പിടിച്ചേക്കുക. കാരണം ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തും എന്നുള്ളത്. എൻ്റെ കൂടെ മദ്യം കഴിച്ചവരെല്ലാവരും മരിച്ചുപോയി, ഒരുവിധമൊക്കെ മരിച്ചുപോയി. തനിക്കൊരു മാറ്റില്ലല്ലോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ എന്നെ കാണുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പോലെ ഞാനൊന്നും പുറമെന്നൊന്നും ഭക്ഷണം കഴിക്കില്ല, ഒരു കഞ്ഞിയും ഒരു കുപ്പി വെള്ളം കൊണ്ട് പോവുക രാവിലെ, വേറെ ഒന്നും കഴിക്കില്ല പുറമെന്ന്. ഭയങ്കര അഹങ്കാരമാണെന്ന് തീറ്റൽ. ഞാനിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കയറുന്ന ഒരു ചിന്തയുണ്ട്. എന്തെന്നറിയാമോ? ശരിയാണ്, കുറേ പേരെ തല്ലിയിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, കേസുണ്ടാക്കിയിട്ടുണ്ട്, കാശിന് വേണ്ടിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, 500ഓളം പേരെ ഈ ധ്യാന മന്ദിരത്തിൽ ധ്യാനം കൂടാൻ ഈശോയിലേക്ക് അടുപ്പിച്ചു എന്നുള്ളത്. ഒരു പക്ഷേ നിങ്ങൾ അടിച്ചതിലും പിടിച്ചതിനേക്കാളും ഒക്കെ കൂടുതൽ ഈശോയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ആയുസ്സിൽ ചെയ്തു പോയതിനൊക്കെ പരിഹാരം ചെയ്യാൻ ദൈവം ഒരു അവസരം തന്നിട്ടുണ്ട്. അത് ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗ്യമല്ലേ? ചെയ്ത തെറ്റിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല, തീർച്ചയായിട്ടും തെറ്റ് തന്നെ. പക്ഷേ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളുണ്ട്, ചുറ്റുപാടുണ്ട്, നമ്മളാരും തിരുത്തി തരാനില്ലായിരുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു, വന്നു പെട്ടുപോയി. പക്ഷേ ഏതോ ഒരു പോയിന്റിൽ ദൈവം തൊട്ടിട്ട് പിന്നീടുള്ള കാലഘട്ടം തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്തോ അതിൻ്റെ ഇരട്ടിയായിട്ട് മറ്റുള്ള വെറുതെ നമ്മുടെ മാത്രം ആത്മീയ കാര്യങ്ങൾ നോക്കി ജീവിക്കുകയല്ല ചെയ്തത്. കുറേ പേരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ചെയ്യാൻ വേണ്ടത് ചെയ്തു. കുറേ രോഗികൾ ഈ പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജിലും മറ്റുമൊക്കെ പോയി രോഗികളെ കുളിപ്പിക്കുക, തുറക്കുക, ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി അല്ലേ? അപ്പം തീർച്ചയായിട്ടും നമുക്ക് പരാജയങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാകാം. ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ ഓരോരുത്തരെ രൂപപ്പെടുത്തുന്നത്. എന്നിട്ട് പിന്നീട് യൂണിയൻ പടി മകന് കൊടുത്തു. മകന് കൊടുത്തപ്പോൾ മൂത്ത മകൻ അത് പണിയുന്നു, ഞാൻ ഓട്ടോ കൊടുക്കുന്നു. അപ്പോൾ രാവിലെ വരും, പള്ളിയിൽ വന്ന് പ്രാർത്ഥനയും കാര്യങ്ങളും കഴിഞ്ഞ് അവിടെ ഉണ്ടാവും. ഒത്തിരി പേർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടെങ്കിൽ ഓടി നടന്ന് ഒത്തിരി പേരും നമ്മുടെ അടുത്ത് വരും, പ്രാർത്ഥന സഹായവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പണ്ട് ഓടി വന്നു അടിക്കാനും വിളിക്കാനും, ഇന്ന് ഓടി വരുന്നു പ്രാർത്ഥനയും ഈശോയിലേക്ക് എടുക്കാൻ. എന്നാൽ പുത്തമ്പള്ളിയിലേക്ക് കാൽ വെക്കില്ല അങ്ങോട്ട്. ഓക്കെ, ഞാൻ പുറത്തുനിന്ന് കൊള്ള വീട്ടുകാർ അങ്ങോട്ട് വിട്ടല്ലോ. ഓക്കെ, ഞാനിന്ന് പുത്തമ്പള്ളിയിലുണ്ട്. ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഒരു 3-4 കൊല്ലം പ്രേക്ഷിതനായിട്ട് നിന്നു. പിന്നെ ഇപ്പം എത്ര വയസ്സ് പ്രായം? എനിക്ക് 65ആയി. ഈ 65 വർഷത്തെ ജീവിതം സംഭവബഹുലമായിരുന്നു. എന്നെ സ്പർശിച്ചൊരു ചിന്ത, വിവാഹം കഴിഞ്ഞിട്ടൊരു 10-15 വർഷം വീട്ടിലൊരു പെൺകുട്ടി കടന്നു പോകുന്ന കണ്ണുനീരിൻ്റെ നാളുകളുണ്ട്. പ്രാർത്ഥിച്ച് എന്നെ കാത്തിരിക്കുന്നൊരു മാനസാന്തരം. മദ്യവെച്ച് കഴിഞ്ഞ് കയറി വന്ന് ബൈബിൾ പോലും വലിച്ചെറിയുന്ന രീതിയിൽ ഭർത്താവിൽ നിന്നുണ്ടാകുന്ന അവസ്ഥ.
കൂലിക്ക് തല്ലാനും അടിക്കാനും ഇടിക്കാനൊക്കെ ഒന്ന് പോകുന്ന കയറുമ്പോൾ ഏതൊരു പെൺകുട്ടിയാണ് അവരുടെ ജീവിതത്തിൻ്റെ സകല ലക്ഷ്യവും നഷ്ടപ്പെട്ടു, സകല സന്തോഷവും പോയി. പക്ഷെ എന്നിട്ടും പ്രാർത്ഥനയോടെ കാത്തിരുന്നൊരു ഭാര്യയുണ്ട്. ആ ഭാര്യയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു ഉത്തരം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലോ സമാനമായിട്ട് ലോകത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ജീവിതം നാശത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കണം കേട്ടോ. അവരാരും ഒരു പക്ഷേ ഈ പ്രോഗ്രാം ഇപ്പോൾ കാണുന്നുണ്ടാവില്ല. പക്ഷെ അത് കാണുന്നവർ ഓർക്കണം, നിങ്ങളുടെ പ്രാർത്ഥനയുടെ കരമുയരണം. ദൈവത്തിന് മനുഷ്യനിൽ ഏത് നിമിഷം വേണേലും അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും. ചേട്ടാ, മൊത്തത്തിൽ ജീവിതത്തിൽ ഒന്ന് നോക്കിക്കാണുമ്പോൾ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടവും പിന്നീട് ഇപ്പം നടന്നു പോകുന്നു, എന്താണ് മനസ്സിൽ തോന്നുന്നൊരു ഒരു സമാധാനമായിട്ടുള്ള ജീവിതം ഇപ്പം കടന്നു പോകുന്നു, സന്തോഷമായിട്ടുള്ള ജീവിതം. അതിൽ ദുഃഖങ്ങളുണ്ട്. അത് എനിക്കതിൽ വിഷമം തോന്നുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തതാണ്, അത് എനിക്ക് തിരിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നോട് പറയുക ആൾക്കാർ അതൊന്നും ഉണ്ടാവില്ല. ജോബിൻ്റെ അധ്യായം 1 നമ്മുടെ ജീവിതം. ഇപ്പോൾ എനിക്ക് ചേട്ടൻ പറയാനുള്ളത്, ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകർക്ക് അതൊരു വലിയൊരു ദൈവാനുഭവത്തിൻ്റെ വഴിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ എങ്ങനെ തിന്മകളിൽ നിന്ന് വിട്ടുപോരാൻ പറ്റുമെന്ന് ചിന്തിച്ച് ആകുലപ്പെടുന്നവരുണ്ട്. ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെയായിപ്പോയി. ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഇടയിൽ ചേട്ടനും കടന്നു പോയപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു തോന്നൽ നേരെയാകണമെന്നുണ്ടായാൽ പോലും ശരി, അതിന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മളെ സമ്മതിക്കുന്നില്ല. കാരണം എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ചുറ്റുപാടും ഞാൻ ഇങ്ങനെയാണ്. ഒരു 10-20 പേര് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അവരുടെ കാര്യങ്ങളെല്ലാം ഫ്രീ ആണ്. അവരും അത് കണ്ടിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ നമ്മളും അത് നോക്കാറൊന്നുമില്ല. പിന്നെ ജോലിക്കൊന്നും കയറാറില്ല. ജോലിക്ക് കയറാൻ സമ്മതിക്കില്ല ഇവർ. ആ കൂട്ടുകാർ ഇന്ന് സൗഹാർദ്ദം ഉണ്ടോ? എല്ലാവരും കുറേ പേര് മരിച്ചുപോയി, വെള്ളം അടിച്ചൊക്കെ ആയിട്ട് അല്ലേ? അതെ. പിന്നെ ഞാനൊരു ഒന്നിനും പോവാറില്ല, ഒരു ഫംഗ്ഷന് പോവില്ല, വിവാഹത്തിൻ്റെ ക്ഷണിച്ചാൽ അങ്ങനെയൊന്നും പോവില്ല. കാരണം അവിടെയൊക്കെ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഞാൻ മദ്യം കഴിപ്പിച്ചോന്നെ ആളാണ് എന്നെ മദ്യം കഴിപ്പിച്ച ആളിപ്പോൾ വലിയ പുണ്യാളനായി എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ കേൾക്കണ്ടേ. അപ്പോൾ ഞാൻ പോകാറില്ല. കാണുമ്പോൾ ചോദിക്കാൻ ഏട്ടൻ സുഖമല്ലേ നിൽക്കും. സുഖം തന്നെ. അവരോട് ഞാൻ ചോദിക്കും സുഖമാണോ? അങ്ങനെ പോണു. പ്രാർത്ഥനക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പം ഞങ്ങളെ വലിയ പ്രാർത്ഥനക്കാരനാക്കാനുള്ള പരിപാടിയാണോ എന്നുള്ള ചില കുത്തുവാക്കുകളൊക്കെ ഇങ്ങോട്ട് കേൾക്കും. ഒക്കെ സ്വീകരിക്കും. ഒന്നും മറുപടി പറയാറൊന്നുമില്ല. ഞാൻ തലകുമ്പിട്ട് പോകുമ്പോൾ ആൾക്കാർ തനിക്ക് എന്താ പറ്റിയത്, തനിക്ക് വല്ല രോഗം ഉണ്ടോയെന്ന് ചോദിക്കില്ല എന്നോട്. ഞാൻ പിന്നെ എനിക്ക് ഈശോയിലേക്ക് എടുക്കുമ്പോൾ ലോകം എതിർക്കും. പിന്നെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് പറയുമ്പോൾ നമ്മൾ ശാന്തനാവുന്നല്ലേ പറഞ്ഞേക്കണേ. നമ്മൾ ശാന്തതയിലാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത് എനിക്ക് വല്ല രോഗം ഉണ്ടോയെന്ന്. മാനസികമായിട്ടുമല്ലോ. അതെ. കാരണം അവരിങ്ങനെ തലതിരിഞ്ഞ് പോകണമെങ്കിൽ ഇങ്ങനെ ആവണമേ. തൻ്റെ കൂടെ കുടിച്ചവരൊക്കെ പോയില്ലോ, മരിച്ചല്ലോ, താൻ എന്താണ് ഇങ്ങനെ നിൽക്കുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ എണീറ്റ് പ്രാർത്ഥനയും കാര്യങ്ങളാണ്. നിങ്ങളും അതുപോലെ ആവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിച്ചത് നല്ലതാണെന്ന് പറയുമ്പോൾ അതൊന്നും അവർ ഉൾക്കൊള്ളില്ല. നമ്മൾ ലോകസുഖം വിട്ടു, ആത്മീയ സുഖത്തിലാണ് നമ്മൾ പോണേ. സത്യത്തിലേ ഈ മാരകമായ രോഗങ്ങളിൽ നിന്നൊക്കെ സൗഖ്യം കൊടുക്കുന്ന അത്ഭുതങ്ങൾ ഇഷ്ടം പോലെ ഈശോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു പടി കൂടി അതിനേക്കാളും പ്രാധാന്യം കൊടുത്ത് കാണുന്നൊരു കാര്യമാണ്, ഒരു തിന്മയുടെ ബന്ധനത്തിൽ നിന്ന് കർത്താവ് ഒരു ആത്മാവിനെ വീണ്ടെടുക്കുക. അതാണല്ലോ പ്രധാനപ്പെട്ടത്. ശരീരത്തിന് രോഗം, ഒരു രോഗം സുഖപ്പെട്ടാലും മറ്റൊരു രോഗം ചിലപ്പോൾ വരാം. പക്ഷെ അതല്ല, ഒരാത്മാവിൻ്റെ രക്ഷ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾക്ക് കിട്ടിയതിലും ഏറ്റവും വലിയൊരു ഭാഗ്യം അതാ. കാരണം ഈ ആയുസ്സിൽ ഈ നിങ്ങൾ തന്നെ പറയുന്നു, നിങ്ങളുടെ കഴിവൊന്നുമല്ല, ദൈവം തന്നെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കുന്നതാ. അങ്ങനെ ഒരിക്കലും ഒരു 10 വർഷം മുമ്പ് വൈഫിന് ചെറിയൊരു രോഗം അന്ന് മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്ന കാരണം കൊണ്ട് ഡോക്ടർ എല്ലാം ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് അതിൻ്റെ ബയോപ്സിക്ക് അയച്ചപ്പോൾ അവർ പറഞ്ഞു ക്യാൻസറാന്ന് പറഞ്ഞു. അത് വന്നതോടുകൂടി പിന്നെ എല്ലാം പോയി. അപ്പോൾ കർത്താവ് നമ്മളെ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കാന്നുള്ള ബോധ്യം വന്നു. ഇപ്പോൾ RCCയിലാണ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പം എങ്ങനെയുണ്ട് ആരോഗ്യം? ആൾക്ക് കുഴപ്പമൊന്നുമില്ല. മെഡിസിനുണ്ട്. കർത്താവ് എടുത്ത് മാറ്റിയ പോലെ തന്നെ ദൈവം അതെടുത്ത് മാറ്റി. മെഡിസിനുണ്ടോ? മെഡിസിനുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ 10 മാസത്തുമ്പോൾ തിരുവനന്തപുരം പോകണം, ടെസ്റ്റ് ചെയ്ത് പോരുന്നു. ആളും ഞാനും വെള്ളയെ പോക്കും കാര്യങ്ങളൊക്കെയാണ്. കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ആ ധൈര്യം കൊടുക്കുന്ന ആ ഒരിത്, ഒത്തിരി രോഗികളെ കാണാനായിട്ട് നമ്മൾ പോവും. അവർക്ക് ആശ്വാസമൊക്കെ കൊടുക്കാനും ഒത്തിരി ധൈര്യപ്പെടുത്തി പോരും. കാരണം നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും സങ്കടം വരും അവിടെ ചെല്ലുമ്പോൾ. ഞാനും ഇതുപോലെ കരയും അവരെ കാണുമ്പോൾ. ഇപ്പോൾ RCC പോയാലും അവിടെ പോയാലും നമുക്ക് പറ്റാവുന്ന നന്മ
ചെയ്യാനായിട്ട് അവിടെ അതിനുള്ള ഇതുണ്ട്. റൂം ഫ്രീ ആയിട്ട് കിട്ടാനായിട്ടുള്ള അവിടെ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ പോയി താമസിക്കുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. നമുക്ക് പറ്റാവുന്ന നന്മ ചെയ്യാൻ പറ്റുക. സാമ്പത്തികമായിട്ടില്ല ഇല്ല എന്നുള്ളതാണ്. ഈ കാണുന്ന സാമ്പത്തികമാണ് എന്ന് ആര് പറഞ്ഞു? ചെയ്യേണ്ട നന്മയല്ല ഈ ഹൃദയത്തിൽ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ അവർക്കൊരു നന്മയായിട്ട് ചെയ്തു കൊടുക്കുക. ഏതെങ്കിലും ഇതിലൊക്കെ നമ്മുടെ പഴയ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ളൊരു നന്മ ചെയ്യുക, അതിന് വേണ്ട വഴികൾ ഒരുക്കി കൊടുക്കുക. ഒത്തിരി കടക്കാരായിട്ടുള്ള ബന്ധം, കൂട്ടുകാരന്മാരായിട്ടുള്ള ചില ആൾക്കാരൊക്കെ ആയിട്ടുള്ള ബന്ധത്തിൽ അവർക്കൊക്കെ വേണ്ടി നന്മ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. എപ്പോഴെങ്കിലും ഭാര്യയുടെ കൂടെ ഇരിക്കുമ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടോ? പറയും. ഭാര്യയുടെ പ്രതികരണവും ഞങ്ങൾ സംസാരിക്കും. ആണല്ലേ? അപ്പോൾ ആൾ പറയും, ഇനിയിപ്പോൾ ഇതിനത് പറയേണ്ട ആവശ്യം, നിങ്ങളിങ്ങനെ ആയില്ലേ, അത് മതി എന്ന് പറയും. കാരണം ഇതൊന്നും കേൾക്കാനുള്ള നേരമല്ല നമുക്ക്. 3 മണിക്ക് വരുന്നു, 5 മണിക്ക് ഏറ്റ് പോകണം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഒരു തലം എനിക്ക് ഇഷ്ടപ്പെട്ടു. അനേകം പേരെ ധ്യാനത്തിനൊക്കെ എത്തിച്ച്, പ്രത്യേകിച്ച് മദ്യപാനങ്ങളൊക്കെ എത്തിച്ച് കുടുംബത്തെ രക്ഷപ്പെടുത്താനുള്ള പരിശ്രമം, അതൊരു പ്രവൃത്തിയുടെ തലത്തിലുള്ള ഒരു സുവിശേഷ വേലയാണ്. രണ്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. ശക്തമായിട്ട് ഈ കൂട്ടർക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് അവരെ മാറ്റി നിർത്തരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥനയുടെ കരം ഉയർത്തണം. പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ അവരോട് കാണുമ്പോൾ പറയും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർ നമ്മളെ കളിയാക്കുള്ളോ തൻ്റെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും. താൻ വേറെ വല്ല കാര്യം പറഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അതെ, പക്ഷെ എവിടെയെങ്കിലും ദൈവം തിരിക്കും. അത് വരും. കുറേ പേരൊക്കെ വരുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. ഒരു കുട്ടു കിട്ടുമ്പോഴാണല്ലോ അവർ തിരിച്ചു വരാം. തീർച്ചയായിട്ടും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ. പ്രിയമുള്ളവരെ, ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. നമ്മൾ ആൻ്റണി എന്ന് പറയുന്ന സഹോദരൻ്റെ ജീവിത കഥ കേൾക്കുമായിരുന്നു. ഒരു ത്രില്ലർ സ്റ്റോറി പോലെ. അതായത് ജീവിതത്തിൻ്റെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയണത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. കാരണം നടന്നുപോയ ജീവിതത്തിൻ്റെ കുറച്ച് വിഴുപ്പുകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എങ്കിലും അദ്ദേഹം അങ്ങേയറ്റം ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് അല്പം വൈകിട്ടാണെങ്കിലും ഈശോയെ തിരിച്ചറിയാൻ പറ്റി, ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ പറ്റി എന്നുള്ളത്. നമുക്ക് കഴിഞ്ഞ കാലത്തെ വിടാൻ പറയുള്ളവരെ, അദ്ദേഹം ചെയ്യുന്ന വലിയ ശുശ്രൂഷയല്ലേ. എത്രയോ കുടുംബങ്ങളെ രക്ഷിക്കുന്നു. മദ്യപാനത്തിന് അടിമപ്പെട്ടവരെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നു. ശക്തമായൊരു മാനസാന്തരത്തിലൂടെ ദൈവം നയിച്ചൊരു വ്യക്തിയാണ് ഈ ആൻ്റണി എന്ന് പറയുന്ന സഹോദരൻ. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ശക്തമാകട്ടെ. നിങ്ങളുടെ ചുറ്റുപാടിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മദ്യത്തിനോ ലഹരിക്കോ അടിപിടി കേസുകൾക്കോ ഒക്കെയായിട്ട് അടിമപ്പെട്ട് കഴിയുന്നവരുണ്ടെങ്കിൽ വാക്കുകൊണ്ടോ ചിന്തകൊണ്ടോ പോലും അവരെ തരം താഴ്ത്തി കാണണ്ട. നമുക്ക് അവരും ദൈവത്തിൻ്റെ മക്കളാണ്. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്താം. അനേകർ ഈശോയെ അറിയട്ടെ. ഈ എപ്പിസോഡിൽ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്നൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഒരു കാര്യം മനസ്സ് സൂക്ഷിക്കട്ടെ, നിങ്ങൾക്ക് ദൈവം തൊട്ടറിഞ്ഞ എന്തെങ്കിലും അനുഭവങ്ങളുടെ കഥ പങ്കുവെക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ TV സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിലേക്ക് ബന്ധപ്പെടുക. ലോകം മുഴുവൻ അറിയട്ടെ നിങ്ങൾക്ക് ഈശോ ചെയ്തു തന്ന വലിയ ദൈവാനുഗ്രഹങ്ങൾ. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ആമേൻ.